ഇന്നൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. മലബാർ വൈറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. കോഴിക്കോട് നിന്ന് നമ്മുടെ രാമനാട്ടുകരയൊക്കെ പോരുന്ന വഴി ബൈപ്പാസിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ ഒരു വെറൈറ്റി, ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞ ഒരു വാഴയിലയിൽ പൊള്ളിച്ച ചിക്കൻ. അപ്പോൾ അങ്ങനെ വാഴയിലയിൽ പൊള്ളിച്ച ചിക്കനും നല്ല ലെയർ ചെയ്ത നൂൽ പൊറോട്ടയും ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ചിക്കനായിരുന്നു കേട്ടോ. നല്ലോണം ചില്ലി ഫ്ലേക്സും പെപ്പറും ഒക്കെ ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത ചിക്കൻ, നല്ല നാരങ്ങയും വട്ടത്തിലരിഞ്ഞ സവോളയും തക്കാളിയും ഒക്കെ വെച്ച് വാഴയിലയിൽ വെച്ച് കെട്ടിയിട്ട് പൊള്ളിച്ചെടുത്ത ചിക്കനാണ്. ആ ഇല തുറക്കുമ്പോൾ തന്നെ ഒരു മണം വരും കേട്ടോ. എന്താ മണം എന്നറിയോ? ഭയങ്കര കൊതി വരുന്നൊരു മണം, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വാഴയിലയിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ആ നൂൽ പൊറോട്ടയൊക്കെ എടുത്ത് ഇലയിലെ ഉള്ളിലേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് വൈറ്റ് സോസും പിന്നെ കുറച്ച് മീൻ ചട്നിയും കുറച്ച് ഗ്രേവിയും ഒക്കെ ഇലയിലേക്ക് ഒഴിച്ച് ആ നാരങ്ങയൊക്കെ ചിക്കൻ്റെ മുകളിലേക്കൊന്ന് പിഴിഞ്ഞു കേട്ടോ. എന്നിട്ടൊരു ചെറിയ പീസ് നൂൽ പൊറോട്ട ഇങ്ങനെ നമ്മളതിന് പിച്ചെടുത്തിട്ട് പിന്നെ നല്ലോണം മസാല പിടിച്ച ആ ചിക്കൻ്റെ ഒരു പീസ് കൊടുക്കണം കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റായിരുന്നു. നല്ല സ്പൈസിയാണ് കേട്ടോ. സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല എരിവുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ട്. തീരെ എരിവ് പിടിക്കാത്ത ആൾക്കാരൊന്നും ഇതൊന്നും ട്രൈ ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഒരു പീസ് ചിക്കണും അതിൻ്റെ കൂടെ സവോള, ഈ നല്ല മസാലയുള്ള ചിക്കൻ്റെ കൂടെ സവോള വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ സവോളയും വെച്ച് കുറച്ച് ചട്നിയും ഒക്കെ മുക്കി കഴിച്ചിട്ടോ. അങ്ങനെ നല്ല ഫുൾ എൻജോയ് ചെയ്ത 2 നൂൽ പൊറോട്ടയും ആ ചിക്കണും കംപ്ലീറ്റ് ആ ഇലയിൽ വെച്ച് തന്നെ ഫിനിഷ് ചെയ്തു കേട്ടോ. സംഭവം നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ കോഴിക്കോട് ടൗണിൻ്റെ ആ വലിയ തിരക്കൊന്നുകൂടെ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസിലെ NH-66 റോഡ് സൈഡിൽ തന്നെ നമുക്കത് കാണാം കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് സ്പോട്ടാണ്. ഒരുവിധം എല്ലാ മലബാർ ഫുഡ് ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പാലക്കാടും കോഴിക്കോട് 2 ലൊക്കേഷനിലും ഒക്കെ അതുണ്ട്. അപ്പോൾ ശരി.